ഇന്ന അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മായിൻ ഹാജിയെ ഇനിയും പുറത്താക്കിയിട്ടില്ലെങ്കിൽ സമസ്തയെ ഇയാൾ പൊളിക്കും. ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവിടാൻ പോകുന്നത്. ഇതുവരെ സമസ്തയുടെ നേതാക്കന്മാരിൽ ചിലർ മാത്രം അറിഞ്ഞിട്ടുള്ള, അണികൾ അറിയാതിരുന്ന വളരെ രഹസ്യമായ അതിഭീകരമായ ചില തെളിവുകളാണ് ലീഗിനെയും സമസ്തയെയും തമ്മിൽ തെറ്റിക്കാൻ ഇയാൾ ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തുവിടാൻ പോകുന്നത്. ഇപ്പോഴും ലീഗിൻ്റെയും സമസ്തയുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കാനും സമസ്തയുടെ സ്വാഗത സംഘം പൊളിക്കാനും ഇയാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ സമസ്തയുടെ സമ്മേളനം ഇയാൾ കുളം തോണ്ടും. അതിൻ്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തുവിടുന്നത്. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. വ്യക്തികളുടെയും മറ്റൊക്കെ കൃത്യമായ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത്, ഹൈദരലി ശിഹാബ് തങ്ങൾ SYSൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് SYSൻ്റെ യോഗം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത തേജസ്സിൽ വന്നു. ലീഗിനെതിരെ സമസ്ത എന്ന പേരിലായിരുന്നു ആ വാർത്ത. ഇത് കണ്ട് പലരും തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ യോഗത്തിൽ അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ല. വാർത്തകൾ വളച്ചൊടിച്ച് കൊടുത്തതായിരുന്നു. നേതാക്കൾ വളരെ ക്ഷുഭിതരായി. SYSൻ്റെ നേതാക്കൾ ഹൈദരലി ശിഹാബ് തങ്ങളെ സമീപിച്ചു. ഞങ്ങൾ കേസിന് പോകട്ടെ എന്ന് ചോദിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തേജസ്സിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ തേജസ് കുടുങ്ങുമെന്നായപ്പോൾ KP റഹ്മത്തുള്ള ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പേരടക്കം ഞാൻ പറയുന്നു. ഈ KP റഹ്മത്തുള്ളയാണ് ആ തേജസ്സിൻ്റെ ലേഖകൻ. അദ്ദേഹം നേതാക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കൃത്യമായി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങൾക്ക് തന്ന വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ തെളിവ് ഞങ്ങൾക്ക് ഹാജരാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങൾ കേസിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് SYSും പറഞ്ഞു. നിർബന്ധിത സാഹചര്യത്തിൽ ഈ KP റഹ്മത്തുള്ള ആ വോയിസ് കൊടുത്തു. വോയിസ് കേട്ടപ്പോൾ നേതാക്കൾ നെട്ടിത്തരിച്ചു. മായിൻ ഹാജിയുടെ വോയിസാണ്. ഈ മായിൻ ഹാജി വോയിസ് ഇട്ടിട്ടുള്ളത് തേജസ്സിൻ്റെ എഡിറ്റർക്കാണ്. എഡിറ്റർക്ക് വോയിസ് വിട്ടപ്പോൾ ഇയാൾ കൃത്യമായി വാർത്തകളെ വളച്ചൊടിച്ച് സമസ്ത ലീഗിനെതിരെ എന്ന് തന്നെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വോയിസാണ്. ഈ വോയിസ് കേൾക്കുമ്പോൾ മറ്റേ ആൾ ചോദിക്കുന്നുണ്ട്, ഇത് കേസാവൂല, അവർ നമുക്കെതിരെ കേസ് കൊടുക്കൂല എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല, കേസ് കൊടുത്താൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ കാക്ക, ഈ മായിൻ ഹാജി എന്ന് പറയുന്ന ആൾ അവർക്ക് കൃത്യമായിട്ട് ഈ വാർത്തകൾ വളച്ചൊടിച്ച് ചോർത്തി കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് വലിയ വിവാദമുണ്ടായിരുന്നു. പക്ഷേ ഇയാളാണിത് ചോർത്തി കൊടുത്തത് എന്നും മറ്റുമുള്ള വിവരങ്ങൾ ആരും പുറത്തറിഞ്ഞില്ല. അങ്ങനെ പിന്നെ കേസിൻ്റെ തുടർ നടപടികളുമായി പോയില്ല. മറിച്ച് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനം വന്നു. അങ്ങനെ സമസ്തയുടെ യോഗത്തിൽ ചില നേതാക്കളുടെ കാരുണ്യം കൊണ്ട് ഇയാൾ സമർത്ഥമായി രക്ഷപ്പെട്ടുപോയി. ഇന്ന അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. വീണ്ടും ഇയാൾ ചെയ്ത മറ്റൊരു ചതി, സമസ്തക്കെതിരെ ചെയ്ത മറ്റൊരു ചതി, ഇത് ഞാൻ മനസ്സിലാക്കണം. തെളിവുകൾ ഇനിയും കൃത്യമായിട്ട് പുറത്തു വിടാനുണ്ട്. അതായത് ഇയാൾ സമസ്തയിൽ മാത്രമല്ല ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ കൂടി ശത്രുവാണ്. ആ ലീഗിലും ഇയാൾ ചെയ്യുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഈ തരത്തിലുള്ളതാണ്. അതിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് ഒരുപാട് കാലം പഴക്കമുണ്ട്. അതിൻ്റെ തെളിവടക്കം ഞാനിതിൽ പറയും. രണ്ടാമത്തെ കാര്യം, സുപ്രഭാതത്തിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത കാലത്ത് സുപ്രഭാതം തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ മായിൻ ഹാജി ഒരു പണി ചെയ്തു. സകല പാണക്കാട് തങ്ങന്മാരെ മുഴുവൻ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് സുപ്രഭാതത്തിനെതിരെ, അന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട്, സുപ്രഭാതത്തിനെതിരെ ഇയാൾ പറഞ്ഞു ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ പിന്നിൽ കൊടുക്കുന്നു, മറ്റ് നേതാക്കളുടെ ഫോട്ടോ മുന്നിൽ കൊടുക്കുന്നു എന്ന് തുടങ്ങിയ ചില പരാതികൾ സുപ്രഭാതത്തിനെതിരെ നടത്തി. ആ സമയത്ത് അന്ന്
ആ കൂട്ടത്തിൽ നിന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചൂടായി. എൻ്റെ വാപ്പാൻ്റെ ഫോട്ടോ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ പിന്നിൽ കൊടുക്കട്ടെ മുന്നിൽ കൊടുക്കട്ടെ, അതിന് വേണ്ടിയിട്ടല്ല പത്രം തുടങ്ങിയത്. വെറുതെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ സുപ്രഭാതത്തിന് മേലെ ആരോപിക്കേണ്ടതില്ല. വാപ്പാക്ക് അതുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, വാപ്പാൻ്റെ ഫോട്ടോ എവിടെ കൊടുത്താലും പ്രശ്നമില്ല, അതുമായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി മായിനാജി എണീറ്റു. മായിനാജി എണീറ്റ ഉടനെ ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇരിക്കുക അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ മായിനാജിനെ അവിടെ ഇരുത്തി. ഈ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മൊയ്ൻ അലി തങ്ങളെ വിളിച്ചുകൊണ്ട് അഭിനന്ദിച്ചത്രേ. അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആരാണ് ഈ സമസ്തയുടെയും ലീഗിൻ്റെയും ഇടയിൽ ഭിന്നതയുണ്ടാക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇനി ലീഗിൻ്റെ ചില യോഗങ്ങൾ അത് കഴിഞ്ഞാൽ അതീത്ത വാർത്തകൾ ചോർത്തി കൊടുക്കുന്നത്, മാധ്യമത്തിലേക്ക് ചോർത്തി കൊടുക്കുന്നത്, അതും ഇയാളാണെന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതും ഇയാളാണ്. അതും ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലീഗിലെ പല യോഗ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന വ്യക്തി ഇയാളാണ്. ഇതുകൊണ്ടാണ് ലീഗിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇയാളോട് വിയോജിപ്പുള്ളത്. ലീഗിൽ തന്നെ വിഭാഗീയ ശ്രമങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഇയാൾ. എന്നിട്ട് ഇയാളെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സമിതിയുടെ നേതാക്കൾ നേതൃത്വത്തിലേക്ക് വെക്കുമ്പോൾ വളരെ വിനയത്തോടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇയാളുടെ ഹിസ്റ്ററി അറിയില്ല, ഇയാളുടെ കുബുദ്ധി നിങ്ങൾക്കറിയില്ല. എല്ലാ പ്രശ്നത്തിൻ്റെയും ലീഗ് സമസ്ത തമ്മിൽ എക്കാലത്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൻ്റെയൊക്കെ നല്ലൊരു പങ്ക് ഇയാളുടെ കുബുദ്ധിയിൽ നിന്ന് ഉദിച്ചതായിരിക്കുമെന്നത് കൃത്യമാണ്. അതിൻ്റെ തെളിവുകളാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സന്നദ്ധനാണ്. ഇൻഷാ അള്ളാഹ് ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താം. അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകർ ആരും വഞ്ചിതരാകരുത്, ഇയാളെ കരുതിയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട നേതാക്കളോട്, SYSൻ്റെ SKSFൻ്റെ ഒക്കെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇയാൾ ഏതെങ്കിലും ഒരു സമിതിയിലുണ്ടെങ്കിൽ ആ സമിതിയുമായിട്ട് ഒരിക്കലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾക്കൊരിക്കലും അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ഇയാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമ്മേളനം കുളം തോണ്ടി അയാൾ നിങ്ങളുടെ കയ്യിൽ തരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇത് എഴുതി വെച്ചോളൂ നിങ്ങൾ. അതുകൊണ്ട് കൃത്യമായി സമസ്തയെ ബോധ്യപ്പെടുത്തുകയും ഇയാളുടെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് സമസ്തയെ, അതിൻ്റെ സമിതികളെയും അതിൻ്റെ കീഴ്ഘടകങ്ങളെയും രക്ഷപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. സമസ്തയുടെ ഒരു എളിയ ഖാദിമ എന്ന നിലക്ക്, ഏറ്റവും അടിത്തട്ടിലെ ഒരു പ്രവർത്തകന്മാരിൽ ഏറ്റവും അടിയിലാളെന്ന നിലക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.